ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള വാക്കുകൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി KPCC അധ്യക്ഷൻ വരെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷ VD സതീശൻ്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. മാത്രമല്ല BJPക്കാർ ന്യായീകരണത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലത്തെ മറുപടിയാണെന്ന് എടുത്തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കെന്തായാലും VD സതീശൻ്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിരുന്നു. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. രണ്ടും തമ്മിൽ പ്രേക്ഷകർ ഒരു താരതമ്യ പഠനം നടത്തേണ്ടതാണ്. ആദ്യം VD സതീശൻ്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അല്ല, അതെ, മുഖ്യമന്ത്രി അത് സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റാണ് സനാതനധർമ്മത്തെ. അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലെഗസിയാണത്, സാംസ്കാരിക പൈതൃകമാണ്. അദ്വൈതവും അതുപോലെ തത്വമസി എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അതിന്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതെല്ലാം സംഘപരിവാറിന് ആണ് എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യ ഉടുക്കുന്നവരെയൊക്കെ RSS ആണെന്ന് പറയുന്ന പോലെയാണ്. ഇത് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞ് മുഴുവനായി അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ ഗുരുദേവൻ. സനാതനധർമ്മത്തിന്റെ അതിന്റെ സാങ്കത്യത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത്. സനാതനധർമ്മത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിന്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ്? അതിനകത്തൊരു വർഗീയതയില്ല. സനാതനധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാട്, ഒരു ചേരിതിരിവിന്റെ കാഴ്ചപ്പാട് പുസ്തകങ്ങളൊന്നുമില്ല. അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവമാണ്. തെറ്റായ രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പണ്ട് പറയില്ലേ കാവ്യവൽക്കരണം, തെറ്റായ വാക്കാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാവ്യ കൊടുക്കുന്നവരൊക്കെ RSS അങ്ങനെ ചന്ദനം തൊടുന്നവരില്ല RSS അമ്പലത്തിൽ പോയി എല്ലാവരും ഹിന്ദുക്കളെ മുഴുവൻ ആട്ടിത്തെളിച്ച് അവരുടെ തൊഴിലുകളെ ആക്കുകയാണ് വേണ്ടത്. അല്ലല്ലോ. ഇനി കേൾക്കേണ്ടത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ ആണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആക്രമണവുമായിട്ട് ആദ്യമേ രംഗത്ത് വന്ന കേരളത്തിലെ BJP നേതാവ്. ബാക്കിയുള്ള നേതാക്കൾ രംഗത്ത് വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് നിലപാടുമായിട്ട് മുന്നിൽ വന്നിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ PK കൃഷ്ണദാസും പിന്നെ അതിനുശേഷം പിന്നെ K സുരേന്ദ്രനും V മുരളീധരൻ മറുപടി പറഞ്ഞില്ല. പിന്നെ പത്രസമ്മേളനത്തിൽ ഇതിന് മറുപടി പറഞ്ഞത് V മുരളീധരനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം. വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു, കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു. എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സംശയത്തിന്റെ ചോദ്യമുയർത്തി പിൻവാങ്ങുന്ന ഒന്ന് എന്നാണ് മുഖ്യമന്ത്രി മഹാഭാരതത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധ ഖുർആനെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവുമോ? മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ? സനാതനധർമ്മം വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശവും പൊതുവായിട്ടുള്ള ധാരണയും. വാസ്തവത്തിൽ മറ്റേതെങ്കിലും വിശ്വാസധാരയെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രി എന്നെങ്കിലും ധൈര്യപ്പെടുമോ? സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്
മാറ്റമില്ലാത്ത ഒന്നാണ് എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. മാറ്റത്തിന് വഴങ്ങാത്തതാണ് എന്നാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആചാരങ്ങളിലെ, ഈ ജീവിത രീതികളിലെ ജീർണതകൾ, ആ ജീർണതകൾ ഉണ്ടായപ്പോൾ ജാതീയത ഉൾപ്പെടെയുള്ള ജീർണതകൾ, ആ ജീർണതകൾക്ക് മാറ്റം വരുത്താൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ അതിനെയും ഉൾക്കൊള്ളാനും അതനുസരിച്ച് തിരുത്തൽ വരുത്താനും സനാതന ധർമ്മപാതയിൽ പെടുന്ന ആളുകൾ സന്നദ്ധരായത്. അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സത്യം ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കാലഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ജീർണതകൾ, ആ ജീർണതകൾ തിരുത്തപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സനാതന ധർമ്മ വിശ്വാസികൾക്കുള്ളത്. അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞത്, ഹൈന്ദവർ പാലിക്കേണ്ട കടമകളാണ് സനാതന ധർമ്മത്തിന്റെ കാതൽ എന്ന്. മാത്രമല്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാത്രമാണ് സനാതന ധർമ്മം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതി വിലയിരുത്തിയത്. അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും അതേസമയത്ത് ചിരന്തനമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക, അതാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് ശ്രീമാൻ പിണറായി വിജയൻ മനസ്സിലാക്കണം. ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത്. ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സങ്കേതങ്ങളെയും മുഴുവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിണറായി വിജയന്റെ ഭരണത്തിലാണ് നടന്നത്. ശബരിമലയിലെ ആചാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. ശബരിമല തീർത്ഥാടനം തന്നെ കഴിഞ്ഞ വർഷം നിരവധി ആളുകൾക്ക് ആ ദർശനം നടത്താൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. തൃശൂർ പൂരം മുടങ്ങിയ സാഹചര്യം, അത് മുടക്കാനുള്ള ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ പോലീസാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഹിന്ദു ധർമ്മത്തിൽ പെടുന്ന ആളല്ല, സനാതന ധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി, ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം, ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത്. ആ പ്രചാരവേല കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ഹിന്ദു സമൂഹം, ആ ഹിന്ദു സമൂഹം മുഖവിലക്കെടുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഈ രണ്ട് മറുപടിയും, പ്രതിപക്ഷ വി.ഡി. സതീശന്റെ മറുപടിയും മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരന്റെ മറുപടിയും പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം സിമിലർ ആണെന്ന് നമുക്ക് പറയാം. ചില വാക്കുകൾ പ്രാസം ഒപ്പിച്ച് തൂക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല നോക്കുമ്പോഴത്തേക്കും രണ്ട് മറുപടിയും ഏകദേശം സിമിലറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ മറുപടിയും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ വി.ഡി. സതീശന്റെ മറുപടിയും ഈ കാര്യത്തിൽ ഒന്നാണ്. അതെന്തുകൊണ്ട് ഒന്നായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ഇനി വാക്കുകൾ അതേപടി പരിശോധിച്ച് ഒന്നല്ല രണ്ടാണെന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേർ രംഗത്ത് വരുമെങ്കിലും പക്ഷേ പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടും ഒരേ ഒന്നാണ്. ഒരേ മനസ്സാണ് രണ്ടുപേർക്കൊന്നും പറയാതെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു മറുപടിയാണ് രണ്ടുപേരും നൽകിയത്. ആ രണ്ട് മറുപടിയും കേൾക്കേണ്ടത് തന്നെയാണ്, പ്രേക്ഷകർ പരിശോധിക്കേണ്ടത് തന്നെയാണ്. വി. മുരളീധരൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അന്നത്തെ മറുപടി മൊത്തമായിട്ടുണ്ട്. ആ മറുപടി മൊത്തം കേൾക്കുമ്പോഴത്തേക്കും സതീശൻ പറഞ്ഞുകൊണ്ട് വളരെ അനുകൂലമായിരിക്കും. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിനൊപ്പം ചേർത്ത് പിടിക്കാനാണ് അവിടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ലൊരു ഒന്നാം തരം അടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയത്. അത് BJPക്ക് വല്ലാണ്ട് കൊണ്ടു. അതിനൊപ്പം തന്നെ വി.ഡി. സതീശന് കൊണ്ടു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. രണ്ടുപേരും മറുപടിക്കകത്തുള്ള സിമിലാരിറ്റീസ് അതിനെ സാധൂകരിക്കുന്നുമുണ്ട്.